ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ദശകം 65 ഗോപികളുടെ ഭഗവത് സമീപപ്രാപ്തി. കഴിഞ്ഞൊരു ദശകത്തിൽ നമ്മൾ കണ്ടു, കാർത്യായനി വ്രതാവസാനത്തിൽ നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ ഗോപികളോട് പറഞ്ഞിരുന്നു. അത് ഭഗവാൻ നിറവേറ്റുന്ന ഗോപി സമാഗമത്തെക്കുറിച്ചാണ് ഭട്ടതിരിപ്പാട് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത്. ഗോപി വനിതമാരുടെ കാർത്യായനി വ്രതാവസാനത്തിൽ ഭഗവാൻ അവരോടായി പറഞ്ഞതുപോലെ മദനോത്സവം സാധിക്കുന്നതിനായി ഭഗവാൻ ചന്ദ്രികാപൂർണമായ യമുനാ തീരവനത്തിൽ ചെന്ന് മുരളീനാദം പൊഴിക്കാൻ തുടങ്ങി. ഗോപികമാർക്ക് താരുണ്യം തികഞ്ഞിരുന്നെങ്കിലും അവരുടെ ഉള്ളിൽ ഉയർന്ന വേണുനാദ മാധുര്യത്തിൽ അവർ എല്ലാം മറന്ന് ലയിച്ചിരുന്നുപോയി. അവിടെ അപ്പോൾ ഒരു വികാരവും ഇല്ല. ഏകാന്തമധുരമായ ഒരേ ഒരു ആനന്ദത്തിലുള്ള ലയം മാത്രം. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം എന്ന് 7 സ്വരങ്ങൾ. പലതരം ഗൃഹകൃത്യങ്ങളിലും പുത്രന്മാരുടെ കാര്യത്തിലും ഭർതൃശുശ്രൂഷകളിലും നിരതരായ ഗോപസ്ത്രീകൾ എല്ലാം മറന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് ഭഗവാൻ വേണുനാദം പൊഴിക്കുന്ന വനത്തിലെത്തിച്ചേർന്നു. വേണുനാദം കേട്ടപ്പോൾ തന്നെ ചില ഗോപസ്ത്രീകൾ ആഭരണങ്ങളെല്ലാം എടുത്തണിഞ്ഞു. ചിലർ പകുതി മാത്രം ആഭരണങ്ങൾ അണിഞ്ഞാണ് ഭഗവാനെ സമീപിച്ചത്. ഭഗവാനാകട്ടെ ആദ്യത്തെ കൂട്ടരേക്കാൾ പ്രിയപ്പെട്ടവരായി ആനന്ദം പകർന്നു കൊടുത്തത് രണ്ടാമത്തെ കൂട്ടരാണ്. വേണുനാദം കേട്ടപ്പോൾ പരിഭ്രമത്തിൽ ചിലർ ആഭരണങ്ങളെല്ലാം അംഗം തെറ്റിയാണ് അണിഞ്ഞത്. കഴുത്തിൽ അണിയേണ്ടത് അരയിലും അരഞ്ഞാണം കഴുത്തിലും അണിഞ്ഞാണ് അവർ ഓടിയത്. മറ്റൊരു സുന്ദരി വസ്ത്രം തന്നെ അണിയാതെ മാറുമറയ്ക്കാതെയാണ് ഭഗവാനെ സമീപിച്ചത്. വേണുനാദം കേട്ട ഉടനെ ചില ഗോപവനിതകൾ ബന്ധുക്കളുടെ തടസ്സം നിമിത്തം പോകാനാവാതെ ദൃഢമായി ഭഗവാനെ ധ്യാനിച്ച് ദേഹത്തെ തള്ളിക്കളഞ്ഞ് ബ്രഹ്മാനന്ദ സ്വരൂപത്തെ ഏകനും അദ്വിതീയനും ആനന്ദസ്വരൂപനുമായ ഭഗവാനെ പ്രാപിച്ച് ഭഗവാനിൽ ലയിച്ചു. ഗോപവനിതകൾ പരബ്രഹ്മം എന്ന് ചിന്തിച്ച് ധ്യാനിക്കാതെ ജാരൻ, അജ്ഞാനനാശകനായ ഗുരു എന്ന് കരുതി ധ്യാനിച്ചു പരമഹംസപദം പ്രാപിച്ചു. അതുപോലെ ഞാനും പ്രകാശരൂപകമായ പരമാത്മസ്വരൂപത്തെ ചിത്തത്തിൽ വെച്ച് അമൃതതത്വത്തെ പ്രാപിക്കുമാറാകട്ടെ. അടുത്തു വന്ന ഗോപികമാരാൽ പ്രേമഹർഷത്തോടുകൂടി കാണപ്പെടുന്നവനും മനോഹരമായ മന്ദഹാസം കൊണ്ട് സ്നേഹമസൃണമായ മുഖമുള്ളവനും കരുണാകടാക്ഷത്തോടു കൂടിയവനും അനന്ത സൗന്ദര്യ ജലനിധിയുമായിരിക്കുന്ന പരമേശനായ ഭഗവാൻ എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കുമാറാകട്ടെ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 65 ഗോപീ സമാഗമം. ശ്ലോകം 1. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമഥ സാധയിതും പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വം അഥ സാധയിതും പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ
പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അഥ പിന്നീട് ഗോപീജനായ ഗോപികമാർക്കായിക്കൊണ്ട് നിയമാവസാനെ ശ്രീ പാർവതിയെ സങ്കല്പിച്ചു നടത്തിയ വ്രതത്തിൻ്റെ അവസാനത്തിൽ കഥിതം മുമ്പ് പറയപ്പെട്ട മാരോത്സവം മദനലീലോത്സവത്തെ സാധയിതും സാധിക്കുന്നതിനു വേണ്ടി പ്രവൃത്ത തയ്യാറായവനായിട്ട് ത്വം അങ്ങ് സാന്ദ്രേണ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ചന്ദ്രമഹസ പൂനിലാവു കൊണ്ട് ശിശിരീകൃതാശേ ദിക്കുകൾ തണുത്തിരിക്കുന്നതായ യമുനാവനാന്തേ യമുനയുടെ തീരത്തുള്ള വൃന്ദാവനിയിൽ മുരളികാം ഓടക്കുഴൽ പ്രാപൂരയ പൂരിപ്പിച്ചു, അല്ലെങ്കിൽ ഓടക്കുഴലൂതി. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഗോപീജനായ കഥിതം ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നിയമാവസാനേ മാരോത്സവം ത് സ അത് ചേർത്തിട്ടാണ് മാരോത്സവം. ത്വം അഥ ചേർത്തിട്ട് ത്വമഥ. സാധയിതും ധ എന്നുള്ളത് ധനത്തിൻ്റെ ധാന്ന് നന്നായിട്ട് ഊന്നി പറയണം. പ്രവൃത്ത അവിടെ വിസർഗം. സാന്ദ്രേണ ചാന്ദ്രമഹസ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമഥ സാധയിതും പ്രവൃത്ത സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യസ്തത്താദൃശം കമപി ചിത്തവിമോഹമാപു. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. സമ്മൂർച്ഛ നാഭിർ ഉദിത സ്വര മണ്ഡലാഭി സമ്മൂർച്ഛയന്തം അഖിലം ഭുവനാന്തരാളം ത്വത് വേണുനാദം ഉപകർണ്യ വിഭോ തരുണ്യ തത് താദൃശം കമപി ചിത്തവിമോഹം ആപു. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. വിഭോ പ്രഭോ, അഖിലം എല്ലാ, ഭുവനാന്തരാളം ലോകങ്ങളുടെയും അകം, ഉദിതസ്വരമണ്ഡലാഭി വ്യക്തമായി ഉയർന്ന സ്വരങ്ങളുടെ പ്രയോഗത്തോടു കൂടിയ, സമ്മൂർച്ഛനാഭി ആരോഹാവരോഹ ക്രമഭേദങ്ങളാൽ, സമ്മൂർച്ഛയന്തം മറ്റൊന്നിലും മനസ്സു പോകാതെ ലയിപ്പിക്കുന്ന, ത്വത് വേണുനാദം അങ്ങുയർത്തുന്ന മുരളീനാദം, ഉപകർണ്യ കാതിൽ വന്നു മുട്ടി ശ്രവിച്ചിട്ട്, തരുണ്യ ഗോപയുവതികൾ, തത്താദൃശം അതുപോലെയുള്ള, കമപി ഏതോ ഒരു, ചിത്തവിമോഹം മനസ്സിൻ്റെ മയക്കം, ആപു പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സമ്മൂർച്ഛ ഛ എന്നുള്ളത് അച്ഛൻ എന്നൊക്കെ ഉള്ളതിൻ്റെ ഛ എന്നാണ് നന്നായിട്ട് ഊന്നി പറയണം. മ എന്നുള്ളതും മെല്ലെ നൂന്നണം. രണ്ട് മ എന്നുണ്ട്. സമ്മൂർച്ഛ നാഭിർ ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഉദിത സ്വര മണ്ഡലാഭി ലാസ്റ്റിൽ വിസർഗം. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മണ്ഡല എന്നുള്ളതിന് നാട് എന്നാണ്, ഒട്ടും ഊന്നരുത്. അത് ചേർത്തിട്ട് ചൊല്ലുമ്പോൾ സമ്മൂർച്ഛനാഭിരുദിത സ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തം. ഇവിടെ അതേപോലെ മു എന്നുള്ളത് ഊന്നി പറയണം. ഛ എന്നുള്ളത് മേലെ സമ്മൂർച്ഛ, അതേപോലെ തന്നെ ഇവിടെയും ഛ എന്നുള്ളത് ഊന്നി പറയണം. അഖിലം ഖി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭുവനാന്തരാളം ഭു എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ത്വത് വേണുനാദം ഉപകർണ്യ ചേർത്ത് ചൊല്ലുമ്പോൾ ത്വദ്വേണുനാദമുപകർണ്യ വിഭോ ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തരുണ്യ അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ തത് താദൃശം അങ്ങനെ വരും. ചേർത്ത് ചൊല്ലുമ്പോൾ തരുണ്യസ്തത്താദൃശം കമപി
ചിത്തവിമോഹമാപ്പു, ചിത്തവിമോഹം ആപ്പു. ലാസ്റ്റിൽ വിസർഗം, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. കമപി ചിത്തവിമോഹമാപ്പു സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം തുദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യസ്തത്താദൃശം കമപി ചിത്തവിമോഹമാപ്പു. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.